പിണറായിക്കിളവ് പ്രായപരിധി ബാധകമാകില്ല. മൂന്നാമതും പിണറായി LDFിനെ നയിക്കും. സൂചന നൽകി EP ജയരാജനും MP ഗോവിന്ദനും. കേരള മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ പിണറായി വിജയന് സംസ്ഥാന കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും CPM ഇളവ് നൽകും. പ്രായപരിധി പിണറായി വിജയന് ബാധകമാകില്ല. കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു മുതിർന്ന നേതാവ് EP ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്താനും ധാരണയായെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. സമ്മേളന സമയത്ത് പ്രായപരിധി 75 ആകുന്നവരെ ഒഴിവാക്കാനാണ് വ്യവസ്ഥയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. അതിനാൽ EPക്കും തൽക്കാലം കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാം. CPM സംസ്ഥാന സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ നേതൃനിരയിൽ ഇക്കുറിയും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MP ഗോവിന്ദൻ തുടരും. പ്രായപരിധിയുടെ കാര്യത്തിൽ അടക്കം കടുംപിടുത്തങ്ങൾ ഉണ്ടായേക്കില്ല. അതേസമയം മൂന്നാമതും പിണറായി വിജയൻ തന്നെ LDFിനെ നയിക്കുമെന്ന് സൂചിപ്പിച്ച് മുതിർന്ന നേതാക്കളും രംഗത്ത് വന്നു. ഇക്കാര്യത്തിൽ EP ജയരാജനും MP ഗോവിന്ദനും ഒരേ അഭിപ്രായമാണ്. ഇതോടൊപ്പം MLAമാരായവർക്ക് മത്സരിക്കാൻ ഏർപ്പെടുത്തിയ 2 ടേം നിബന്ധനയിൽ അടക്കം ഇളവുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. MLAമാർക്ക് 3 ടേം പരിധി CPMഉം നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന. CPIയിലെ പോലെ CPMലും 3 തവണ നിബന്ധന മതിയെന്നാണ് ആലോചന. തുടർച്ചയായി 2 തവണ MLAമാരായവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം തിരുത്തിയേക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് 2 ടേം പരിധി CPM കൊണ്ടുവന്നത്. പല മണ്ഡലങ്ങളിലും നിലവിലെ MLA മാറുന്നത് വിജയസാധ്യത ഇല്ലാതാക്കുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലാണ് CPMന് നിലവിൽ ഭരണമുള്ളത്. അതിനാൽ കേരളത്തിൽ ഭരണം നിലനിർത്തുക എന്നത് ദേശീയ തലത്തിലും CPMന് വളരെ പ്രധാനമാണ്. പശ്ചിമബംഗാളിലടക്കം അധികാരത്തിൽ ഉടൻ തിരിച്ചെത്തുക എന്നത് അപ്രായോഗികമാണെന്ന് വിലയിരുത്തലുണ്ട്. അതിനാൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് കൂടുതൽ പരിഗണന ലഭിച്ചേക്കും. സംസ്ഥാന സമ്മേളനത്തിന് കേന്ദ്ര നേതാക്കൾ എത്തും. PB അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, അശോക് ദാവ്ലെ, BV രഘവലു എന്നിവരും പങ്കെടുക്കും.